ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം അച്ഛനും സിസ്റ്റേഴ്സും മാതാപിതാക്കളും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ ആകാശപ്പറവയിലേക്ക് പോയി. പാലക്കാട് ജില്ലയിലെ കാരാകുർശിയിലാണ് ആകാശപ്പറവ. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ ഞങ്ങൾക്ക് ചെറിയൊരു ഉപദേശമൊക്കെ തന്നു. അവിടെ ചെന്ന് എന്തൊക്കെ ചെയ്യണം, അവിടെയുള്ള ആൾക്കാരെ പറ്റിയൊക്കെ ഒരു ചെറിയ ഉപദേശം തന്നിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇതാ നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാനായിട്ട് അവിടെ ഫ്രണ്ടിലൊക്കെ അവിടുത്തെ ചേട്ടന്മാരും എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ അവിടെയുള്ളവർക്ക് ഭയങ്കര സന്തോഷമാണ്. കണ്ടോ, ഇത് അവിടെയുള്ള ചേട്ടനാണ്. ആ ചേട്ടനെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, നമ്മൾ സംസാരിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അവിടുത്തെ ഡയറക്ടർ അച്ഛനാണ്. അച്ഛനും ഞങ്ങൾക്ക് അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയിലേക്ക് കടന്നു. പിള്ളേർക്ക് ഒരു പറമ്പിൽ നിന്ന് ചകിരിയൊക്കെ പെറുക്കി വലിയ വണ്ടിയിലാക്കിയിട്ട് നമ്മുടെ ഈ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് ഇടലായിരുന്നു അവരുടെ പരിപാടി. അപ്പോൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ബാക്കിയുള്ളവർ ഈ പരിപാടികളൊക്കെ ആയിരുന്നു. അകത്ത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അവിടെ ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഞങ്ങൾ ശരിക്കും ആഗ്രഹത്തോടുകൂടി ഒരു ഡേ നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും അവരെ എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റുമോ അത്രത്തോളം ഹാപ്പി ആക്കാനൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. അതും ഒരു സൺഡേ ഒഴിവ് ദിവസം നോക്കിയാണ് ഞങ്ങൾ പോയത് അവിടേക്ക്. അങ്ങനെ ഏകദേശം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഫുഡ് കഴിക്കേണ്ട ടൈമായി. അപ്പോൾ നമ്മുടെ അമ്മമാർ തന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ചോറും കറികളൊക്കെ. അപ്പോൾ അവർക്ക് നമ്മൾ സന്തോഷത്തോടുകൂടി അത് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അവർ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവർക്ക് വേണ്ടി ചെറിയ പരിപാടികൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികൾ. അപ്പോൾ അതിന് വേണ്ടി ഇരിക്കുകയാണ് എല്ലാവരും. നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു.
നിങ്ങൾക്ക് വിഷിങ്ങിന്റെ പുതിയ പാട്ട് പഠിക്കാൻ താല്പര്യമുണ്ടോ? വിഷിങ്ങിന്റെ പുതിയ പാട്ട് പഠിക്കാൻ താല്പര്യമുണ്ടോ? ഗലി 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 ഗലിയാ ഗലി 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 ഗലിയാ. On this happy day, we wish you happy birthday. On this happy day, we wish you happy birthday. Zum, 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 zum. അങ്ങനെ അവിടുത്തെ കൊച്ചച്ഛൻ നമുക്ക് അവിടെ പുതിയ ബർത്ത്ഡേ സോങ്ങാണ് പഠിപ്പിച്ചു തന്നത്, വിഷിങ് സോങ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ, വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ആ ചേട്ടൻ വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. ലീവുള്ള ദിവസങ്ങളിൽ ആ ചേട്ടൻ ഇവിടെ വന്നിട്ട് ഇവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അപ്പോൾ ഞങ്ങളത് കേക്കൊക്കെ മുറിച്ച് നന്നായിട്ട് ഞങ്ങളത് ആഘോഷിച്ചു. അങ്ങനെ അതിനുശേഷം ഞങ്ങളും അവരൊക്കെ കൂടെ പാട്ടൊക്കെ വെച്ച് ഒരുമിച്ച് ഡാൻസൊക്കെ കളിച്ച് അവരെ നമ്മളെ കൊണ്ട് എത്രത്തോളം നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റുമോ അത്രത്തോളം ഹാപ്പി ആക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के पूछो तो थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के all the Rajni fans don't miss that chance all the Rajni fans don't miss that chance അങ്ങനെ ദേ നമ്മുടെ പരിപാടികളൊക്കെ തീർന്നു. നമുക്ക് തിരിച്ച് വരേണ്ട ടൈമായിരിക്കുകയാണ്. അപ്പോൾ അതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ടി വിയിൽ ഞങ്ങൾ അന്ന് ചെയ്ത ഓരോരോ പരിപാടികളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ ഇങ്ങനെയുള്ളൊരു പ്ലേസിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡേ പോകണം. അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനും അതൊരുപാട് സന്തോഷം ചെയ്യും, അവർക്കും അതൊരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അന്നത്തെ ആ ഒരു ഡേയിൽ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.